Acuplus Interior and Electronics. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനോട് ഇപ്പോഴും ബസ്സുകൾക്ക് അതൃപ്തി. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. ഷൊർണൂർ നഗരസഭയ്ക്ക് ലോകബാങ്ക് നൽകിയ സഹായത്തോടെ നിർമ്മിച്ച വിവിധോദ്ദേശ കെട്ടിടവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നഗരസഭാ ഭരണസമിതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. എം.ആർ. മുരളി അധ്യക്ഷനായിരിക്കെയാണ് കുളപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും സ്ഥലം വാങ്ങി കുളപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചെങ്കിലും ബസ്സുകൾ കയറാനും ഇറങ്ങാനുമുള്ള ഗതാഗത വകുപ്പിൻ്റെ അനുമതിയോ അംഗീകാരമോ ലഭിച്ചില്ല. അതുകൊണ്ടുതന്നെ കുളപ്പള്ളി വഴി കടന്നുപോകുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ ഉൾപ്പെടെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ അവഗണിച്ചു. ഇതോടെ സ്വകാര്യ ബസ്സുകളും കുളപ്പള്ളിയെ തഴഞ്ഞു തുടങ്ങി. ഗുരുവായൂർ, പെരിന്തൽമണ്ണ, വഴിക്കടവ്, കൊച്ചി എയർപോർട്ട്, തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്കെല്ലാം കുളപ്പള്ളി വഴി ബസ്സുകൾ പോകുന്നുണ്ട്. ഗതാഗത വകുപ്പിൻ്റെ അനുമതിയോടെ ബസ്സുകൾക്കെല്ലാം സ്റ്റാൻഡിൽ കയറി പോകാനുള്ള സമയം കൂടി അനുവദിച്ചിരുന്നെങ്കിൽ ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ വരുമാന മാർഗമാകുമായിരുന്നു. എന്നാൽ ഇതൊന്നും 15 വർഷം പിന്നിട്ടിട്ടും നടപ്പായില്ല. വി. വിമല അധ്യക്ഷയായിരിക്കെ ബസ് സ്റ്റാൻഡിലെ വിവിധോദ്ദേശ കെട്ടിടത്തിൻ്റെ വിപുലീകരണത്തിനായി ലോകബാങ്ക് സഹായവും ലഭിച്ചു. വരുമാനമില്ലാത്ത നഗരസഭകൾക്ക് ലഭിക്കുന്ന 2 കോടി രൂപയാണ് ലഭിച്ചത്. എന്നാൽ ഇതൊന്നും കെട്ടിടത്തിലേക്ക് വ്യാപാരികളെ ആകർഷിച്ചില്ല. ഇപ്പോഴും പകുതിയിലധികം സ്ഥലം കെട്ടിടത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാൻ പല സമയങ്ങളിലും നഗരസഭയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. സംഘടനകൾ ബസ്സുകൾ തടഞ്ഞു കയറ്റാൻ ശ്രമിച്ചതും ലക്ഷ്യം കാണാതെ പോയി. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ ഇക്കാര്യത്തിലെ നിലപാടും നിർണായകമാവുകയാണ്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.